ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം നമുക്ക് ദിവസത്തിൽ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാം നമ്പർ 2, 2-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സാം നമ്പർ 2, 2-ാം സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ഒടുവിലത്തെ 2 വാക്കുകൾ ചേർന്ന് വായിക്കാം. വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവൻ്റെ കോപക്ഷണം ഉയർത്തേക്ക് ചുടിക്കും. നിഷണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കരയേറ്റാം. വായിച്ചത്, ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പീൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവസ്നേഹം അനുഭവിച്ച ദൈവമക്കൾ ഹല്ലേലൂയ അല്പസമയം കർത്താവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. ദൈവതലായി തീരുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഇന്ന് പോൽക്കാലം ഇടയായത് നമ്മുടെ കഴിവുകൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ടല്ലപ്പാ. നിന്റെ സ്നേഹം കർത്താവേ നിന്നിലായി തീരുവാൻ, ഹല്ലേലൂയ, നിന്നെ പ്രബോധിക്കുവാൻ കർത്താവേ നീ ഞങ്ങളെ സ്നേഹിച്ചുവല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യമായ സ്നേഹത്തിനായി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നത്. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഹല്ലേലൂയ താണലോകത്തിലേക്ക് അവനെ അയച്ച് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ, ഹല്ലേലൂയ, ദൈവമായ സന്തോഷം നാം പ്രാപിക്കുവാൻ, സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ, ഹല്ലേലൂയ, പുത്രനെ കൈക്കൊള്ളുവാൻ ഇതുപോലെ കാലം നമ്മുടെ ജീവിതത്തിൽ ഇടയായല്ലോ. വീണ്ടും നമ്മുടെ ജീവയാത്രയിൽ, നമ്മുടെ മരുഭൂമി യാത്രയിൽ ഹല്ലേലൂയ കർത്താവിനെ ദിനംതോറും ആശ്രയം വെക്കുവാൻ, ദൈവത്തോട് അടുത്ത് ജീവിപ്പാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തികളോട് ചേർന്ന് നടപ്പാൻ കർത്താവേ ഇന്ന് പോൽക്കാലം ഇടയാക്കണമേ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റേതിനേക്കാളും, ലോകത്തിലുള്ള സകല പ്രവൃത്തികളെക്കാളും, ലോകത്തിലുള്ള സകലത്തിനേക്കാളും ദൈവത്തോട് ചേർന്നിരിക്കുന്നത്, ദൈവത്തിന്റെ പ്രവൃത്തികളോട് ചേർന്ന് നടക്കുന്നത്, ഹല്ലേലൂയ, ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ഹല്ലേലൂയ അവനെ ആരാധിക്കുക, അവനെ കീർത്തനം പാടുക, സ്തുതികരേറ്റുവാൻ ഇന്ന് പോൽക്കാലം കർത്താവ് നമ്മളെ യോഗ്യരാക്കി തീർത്തല്ലോ. ഇന്ന് പോൽക്കാലം കർത്താവിനെ വാഴ്ത്താ. ദൈവം ചെയ്ത കൃപകളെ ഒന്നും കൂടി ഓർക്കാം. കർത്താവേ നീ എത്രയോ ഞങ്ങളെ അവിടുന്ന് സ്നേഹിച്ചു. അങ്ങയുടെ പ്രവർത്തിക്കായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കാൺമീ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടും പിതാവ് ഞങ്ങൾക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു കർത്താവേ. ഞങ്ങൾ യോഗ്യരല്ല കർത്താവേ. ഞങ്ങളോടുള്ളതേക്കായി, ഞങ്ങളോടുള്ള വിശ്വസ്തതയ്ക്കായി ഇന്ന് കടന്നു വന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ദൈവത്തിന്റെ വിശ്വസ്തത അനുഭവിച്ചറിയുവാൻ, ദൈവത്തിന്റെ ഹല്ലേലൂയ കരുതലുകൾ, വിടുതലുകൾ അനുഭവിച്ചറിയുവാൻ അനേകരിലോത്തുനിന്ന് മാറ്റപ്പെട്ടു. അനേകം നമ്മുടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളെ ഈ ഭൂപരമ്പിലാക്കി വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം അവനെ ഹല്ലേലൂയ നശീകരിക്കുവോ, അവന്റെ നാമം നമ്മളിൽ കൂടെ
പ്രഘോഷിക്കപ്പെടുവാനാണ് കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അവന്റെ ഉദ്ദേശം നമ്മളിൽ കൂടെ പൂർണ്ണമാകട്ടെ. ദൈവത്തിന്റെ ഉദ്ദേശം നമ്മളിൽ കൂടെ പൂർണ്ണമാകട്ടെ. കാലം നമ്മുടെ കുടുംബത്തിൽ കൂടെ പൂർണ്ണമാകട്ടെ. ഓ ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന ഓരോ അവസ്ഥകളിലോ ദൈവത്തിന്റെ ഉദ്ദേശം നമ്മളിൽ കൂടെ പൂർണ്ണമാകേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. അപ്പാ, നിന്റെ പ്രവർത്തിക്ക് വേണ്ടി കർത്താവ് നിന്നോട് ചേർന്ന് നിൽക്കുവാൻ ഹല്ലേലൂയ അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കൂ. എന്നാൽ അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ലോകത്തിന്റെ ഭാഗ്യാവസ്ഥയല്ല, ദൈവത്തിൽ ശരണം പ്രാപിക്കുവാൻ, ദൈവത്തിലുള്ള എന്റെ ആശ്രയം എന്ന് പോൽക്കാലം പുതുക്കപ്പെടുവാൻ. മറ്റേതിൽ ആശ്രയിച്ചാൽ ലജ്ജിച്ചു പോകും. അല്ലെങ്കിൽ ഇന്ന് പോൽക്കാലം ലോകത്തിലുള്ള ആശ്രയം താൽക്കാലികമാണ്. അതൊന്നും ഉറപ്പുള്ളതല്ല. അതെല്ലാം മാറിപ്പോകുന്നതാണ്, അതെല്ലാം അകന്നു പോകുന്നതാണ്. ഇന്ന് പോൽക്കാലം നമ്മുടെ ആശ്രയം ദൈവത്തിലാണോ? നമ്മുടെ ആശ്രയം കർത്താവിന്റെ പ്രവൃത്തികളിൽ നമ്മുടെ ആശ്രയം വെക്കുന്നെങ്കിൽ നിശ്ചയമായി അവൻ നമ്മളെ നടത്തും. അവന്റെ കരുണയാൽ നമ്മുടെ ഇന്ന് പോൽക്കാലം നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലോ ദൈവത്തിന്റെ പ്രവൃത്തികളെ അനുഭവിച്ചറിയാനിടയായി തീരട്ടെ. ദൈവങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. അപ്പാ, എന്നെ വീണ്ടും നടത്തണമേ കർത്താവേ. അങ്ങയുടെ കൃപകളാൽ എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ കർത്താവേ. എൻ്റെ അവസ്ഥകളുടെ മേൽ നീ മനസ്സലിയണമേ. എന്നെ മുന്നോട്ട് നടത്തുവാൻ നീ മതിയായ ദൈവമാണല്ലോ. എൻ്റെ അവസ്ഥകളുടെ മേൽ കരം പിടിച്ച് നടത്തുവാൻ നീ ജീവിക്കുന്നല്ലോ കർത്താവേ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുക. അവൻ നമ്മളെ നടത്തുവാൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ട്. നല്ല ചെയ്ത നാഥന്റെ സാന്നിധ്യമോ നമ്മോട് കൂടെയുണ്ട്. ദൈവങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കുക. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു വിശുദ്ധ പോലെ കാലം കൂടെ കർത്താവേ അങ്ങേ സത്യത്തിലും ആരാധിപ്പാൻ അങ്ങയുടെ സന്നിധി കടന്നു വന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വന്ന സമയം മുതൽ പാട്ടുകളെ പാടുവാൻ കർത്താവേ സന്തോഷിപ്പാൻ നൽകി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവേ ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കർത്താവെ കൃപകളെ പ്രാപിപ്പാൻ കർത്താവിന് ഇടയാക്കണമേ. വിവിധ കർത്താവെ ഭാരങ്ങളോട് ദിവസത്തിൽ കടന്നു ഈ മക്കളുണ്ട്. വിവിധ അവസ്ഥകളിൽ കർത്താവെ ഞങ്ങളുടെ കൃപ അനുഭവിച്ചറിയുവാൻ ഇടയായല്ലോ. രോഗാവസ്ഥയെ ദൈവത്തിന്റെ കരം കർത്താവെ വിടുതലിന്റെ കരം, ആശ്വാസത്തിന്റെ കരം അനുഭവിച്ചറിയാൻ ഇടയാക്കി വീണ്ടും ഞങ്ങളെ നടത്തുവാൻ മതിയായ ദൈവമാണല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നുപോലെ കാലം ഞങ്ങളുടെ വിവിധ വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ കരുണ, ദൈവത്തിന്റെ ദയ ധാരാളമായി ചൊരിയേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിച്ച് കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, തിരുനാമം ഞങ്ങൾക്കൂടെ മഹത്വം എടുക്കണമേ. തുടർന്ന് എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അവിടുത്തെ കൃപയാ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ തന്നെ ദൈവത്തിനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി മുന്നേറുവാൻ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തുകയാണ് കർത്താവേ. തിരുദ്ദേശം ഞങ്ങൾ നിറവേറ്റിയാട്ടെ, തിരു സാന്നിധ്യം കൊണ്ട് നിറച്ചാട്ടെ. പ്രാർത്ഥന ഞാൻ അവിടുത്തെ കേട്ടിരിക്കുക. ഈ സ്തോത്രം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നന്ദി അർപ്പിച്ച ദിവസത്തിൽ നമുക്കായിരിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ പല കാലം കൂടെ നമുക്ക് കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവം ചെയ്ത പ്രവൃത്തികളെ ഓർക്കുവാനായി ദിവസത്തിൽ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവ് നമുക്ക് ഈ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ആരംഭിച്ച നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ സെഷൻ്റെ മൂന്നാമത്തെ ഈ പൽക്കാലം കർത്താവിന് തന്നെ കടന്നു വരും കർത്താവ് ഇടയാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ അവിടുന്ന് സഹായിച്ചു. ദൈവത്തിൻ്റെ വചനത്താൽ അവിടെ നിറച്ചു. വിശേഷാൽ നമ്മുടെ അനീഷ് ബ്രദറിനെയും കുടുംബത്തെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അനീഷ് ബ്രദറിൻ്റെ പപ്പ കഴിഞ്ഞ ദിവസക്കാലം താൻ പ്രിയം വെച്ച നിത്യയിൽ ചേർക്കപ്പെടുവാനിടയായി. നാം പ്രിയ പപ്പായെ ഓർത്ത് കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാം അനീഷ് ബ്രദർ ശാരീരികമായ ചില ക്ഷീണങ്ങളോടനുബന്ധിച്ച് കഴിഞ്ഞ ചില മാസങ്ങളിൽ നാട്ടിൽ പോയി നിന്ന് പപ്പായെ ശുശ്രൂഷിപ്പാനൊക്കെ കർത്താവ് കൃപ കൊടുത്തു. എൻ്റെ മകനെ അതിനുവേണ്ടി ചില ദിവസങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് പപ്പായ്ക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റുകളൊക്കെ കൊടുക്കുവാൻ അനീഷ് ബ്രദറിനെ കർത്താവ് ബലപ്പെടുത്തി. അങ്ങനെ ഒരു ആശ്വാസത്തോടു കൂടിയാണ് അനീഷ് ബ്രദർ തിരികെ ഇവിടെ കടന്നു വന്നത്. എന്നാൽ ചില ദിവസങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ചില ക്ഷീണങ്ങൾ പിതാവിൻ്റെ ശരീരത്തിലുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസക്കാലം എന്നാൽ ഞാൻ ആ വേർപാടിൻ്റെ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ പ്രിയ അനീഷ് ബ്രദർ പറഞ്ഞത് വളരെ ഓർമ്മയോടുകൂടി, കാരണം അന്ന് പ്രഭാതത്തിൽ ഇതുപോലെ അനീഷ് ബ്രദറിനെ വിളിച്ച് വളരെയധികം സമയം എന്നെ അത് കഴിഞ്ഞ് പപ്പ വിളിച്ചു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം പ്രഭാതത്തിൽ പപ്പ വിളിച്ച് വളരെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് ഓൺലൈനിൽ സംസാരിച്ചെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ വിശേഷാൽ അവിടെ കൂടി വരുന്ന ആ സഭയിലെ ദൈവദാസനും ആ
മരിക്കുന്ന മരണസമയത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ആ പ്രിയ പപ്പായ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാണ് ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായത്. എങ്കിലും നമുക്ക് ദൈവത്തിൻ്റെ ഉദ്ദേശം, കർത്താവിൻ്റെ ഉദ്ദേശമെന്ന് നാം അറിയുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ചെങ്കിലും കർത്താവിൻ്റെ ഉദ്ദേശപ്രകാരം പ്രിയോപ്പ ദിവസങ്ങളിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. വിശേഷാൽ പ്രിയപ്പെട്ടവരെ ടിക്കറ്റിൻ്റെ ക്രമീകരണങ്ങൾ, വിശേഷ അനീഷ്പ്രൻ്റെ IRP കാർഡ് നമുക്കറിയാതെ എക്സ്പയറി ആയിരിക്കുകയായിരുന്നു. എങ്കിലും അതിൻ്റെ മേലും നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ കടന്നുപോയി പ്രാർത്ഥിപ്പാനും നമ്മുടെ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ടവരെ വഹിച്ച് പ്രാർത്ഥിപ്പാനും ഇടയായി. IRPയുടെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസക്കാലം അത് എല്ലാം അതിൻ്റെ വാലിഡിറ്റിയൊക്കെ തിരികെ ലഭിപ്പാനും കർത്താവ് ഇടയാക്കി. അതിൻ്റെ ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ച് ഇന്നവർ യാത്രയിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ബുധനാഴ്ച പകൽക്കാലമാണ് ഫ്യൂണറൽ സർവീസ് നടക്കുന്നത്. ശുശ്രൂഷകളൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കുവാൻ ഈശ്വരനെയും കുടുംബത്തെയും കർത്താവ് ബലപ്പെടുത്തുക. വിശേഷാൽ മാതാവിനെ, മമ്മിയെ കർത്താവ് ബലപ്പെടുത്തുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അല്ലെങ്കിൽ ദിവസങ്ങളിലാണ് നമ്മുടെ ആശ്രയം. ഈശ്വരനെ വിശേഷാൽ ഓർത്ത് നമ്മുടെ പ്രേയറുകളിൽ നമ്മളായിരിക്കുന്ന ഓർത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് ബലപ്പെടുത്തുമാറാകട്ടെ, കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഒന്ന് ദിവസങ്ങളിൽ നമുക്ക് എത്രത്തോളം ദൈവത്തെ ആരാധിപ്പാൻ, പാട്ടുകളെ പാടുവാൻ കർത്താവ് കൃപ ചെയ്തുവല്ലോ. കർത്താവിൻ്റെ മേശയിൽ നിന്നും പങ്കാളികളാകുവാൻ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ദിവസത്തിന് കടന്നു വരുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുന്നു. പങ്കാളികളാകുവാനും ദിവസം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കാം. പ്രാരംഭ സമയങ്ങളിൽ സങ്കീർത്തനം വായിച്ച് പ്രബോധനത്തോടുകൂടി തന്നെ ശുശ്രൂഷയിലേക്ക് കടപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രഞ്ജു ബ്രദറും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ഷീണനായി ഹോസ്പിറ്റലൈസ് ആയിരുന്നെങ്കിലും കർത്താവ് കൊടുത്ത വലിയ വിടുതലിനായി നമുക്ക് നന്ദിയോടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ആശ്വാസത്തോടെ ഭവനത്തിൽ കടന്നു വരാൻ കർത്താവ് ഇടയാക്കി. വീണ്ടും കർത്താവ് പൂർണ്ണ സൗഖ്യത്തോടെ വിടുതലോടെ കർത്താവിൻ്റെ നാമം പ്രിയപ്പെട്ടവരും കൂടെ മഹത്വമെടുക്കുവാനിടയായി തീരട്ടെ. സൗഖ്യത്തോടെ നടത്തുവാൻ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. കടന്നു എല്ലാ ദൈവമക്കൾക്കായി ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നാം വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 2-ാം സങ്കീർത്തനം നമ്മൾ പലപ്പോഴും ധ്യാനിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന സങ്കീർത്തന ഭാഗങ്ങളാണ്. എങ്കിലും അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഉദ്ധരിച്ച് സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രാരംഭമായി വായിച്ച വാക്യങ്ങൾ തന്നെ നമുക്ക് ഒന്നും കൂടെ രണ്ടാം അധ്യായം അതിൻ്റെ പ്രാരംഭ വാക്യങ്ങളൊന്ന് വായിച്ച് ധ്യാനിക്കാം. പ്രാരംഭ വാക്യങ്ങളൊന്ന് വായിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാരംഭ വാക്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതുമെന്ത്. ഒരു വലിയ ചോദ്യത്തോടു കൂടിയാണ്, ഒരു ചോദ്യചിഹ്നത്തോടു കൂടിയാണ് ഇവിടെ സങ്കീർത്തനം ആരംഭിക്കുന്നത്. എന്താണ് പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ അതിനകത്ത് കൂടിയിരിക്കുന്നത്? ഒന്ന്, ജാതികൾ കലഹിക്കുന്നു, പിന്നെ വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നത് എന്ത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പഴയ നിയമ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ, വ്യർത്ഥമായ നിരൂപണങ്ങൾ, കലഹങ്ങൾ എവിടെയും ഉണ്ടായിരുന്നു. പഴയ നിയമ കാലഘട്ടത്തിലുമുണ്ട്, പുതിയ നിയമ കാലഘട്ടങ്ങളിലുമുണ്ട്. ഈ കാലഘട്ടങ്ങളിലും ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ സമതുല്യമാക്കി വിവിധ കാലഘട്ടങ്ങളിൽ പരിശോധിച്ച് നോക്കിയപ്പോൾ, ഇനി രാജാക്കന്മാരുടെ ദാവീദ് രാജാവിൻ്റെ കാലഘട്ടം എടുത്താലും ഇതുണ്ട്. ഈ വിഷയം ഏത് കാലഘട്ടങ്ങളിലും തുടർമാനം കലഹങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ഇനിയും അതിൻ്റെ വേറെ ഒരു കാര്യം കൂടെ വായിച്ചത്, വ്യർത്ഥമായത് നിരൂപിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് യാതൊരു യൂസ്ഫുള്ളായ അല്ലെങ്കിൽ പ്രയോജനരഹിതമായ ചില കാര്യങ്ങളെ നിരൂപിച്ചുകൊണ്ട് നടക്കുന്ന കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ സമയങ്ങൾ നമ്മുടെ ഈ കാലത്തുമുണ്ട്, ആ കാലത്തുമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഇതിൻ്റെ പശ്ചാത്തലങ്ങളിൽ കൂടെ പഠിക്കുമ്പോൾ തന്നെ ഇത് ഒരു രാജകീയ സങ്കീർത്തനം അഥവാ റോയൽ സാം എന്നാണ് ഇതിനെ വേദപണ്ഡിതന്മാർ ഇതിനെ അഭിസംബോധന ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ ഒരു പദം കൂടെ അവിടെ മെസ്സാനിക് സാം എന്ന് വരുന്നുണ്ട്. കാരണം കർത്താവിൻ്റെ ഈ ലോകത്തിലെ അതായത് ദൈവത്തിൻ്റെ ആ പ്രവൃത്തി ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട് ചില വേദഭാഗങ്ങൾ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഈ സങ്കീർത്തനം നിലനിൽക്കുന്നത്. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ കോർത്തിണക്കി അല്ലെങ്കിൽ അതിനെ ഒന്നോടൊന്ന് ചേർത്തുകൊണ്ട് നിരവധി കാര്യങ്ങൾ ഈ 12 വാക്യങ്ങളിൽ ഉണ്ട്.
ശ്രദ്ധിക്കണേ, നമ്മുടെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ 12 വാക്യങ്ങളിനകത്ത്, ഒരു ചെറിയ സങ്കീർത്തനമാണെന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കേണ്ട, ഈ 12 വാക്യങ്ങളിനകത്തും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ സമ്പൂർണമായ ചില മേഖലകളിൽ ഹല്ലേലൂയ പ്രവർത്തിക്കേണ്ട മേഖലകൾ ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇതിൻ്റെ പ്രാരംഭ 1 മുതൽ നമുക്കവിടെ ചില വിഭാഗം, ഒരു ഡിവിഷൻ കൊടുക്കാം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിനകത്ത് സബ്ജക്റ്റ് വരുന്നത് അവിടെ നമുക്ക് എടുക്കാം. ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ തന്നെ ആദ്യം ആരംഭിച്ചതിന് എന്താണ്? ജാതികൾ കലഹിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കവിടെ എടുക്കാം ദ ഹ്യൂമൻ റിബല്യൻ നേച്ചർ, അല്ലെങ്കിൽ മനുഷ്യന് ദൈവത്തോടുള്ള മത്സരം. ഇനി അങ്ങനെ ഒരു നേച്ചർ ഉണ്ടോ, റിബല്യസ് നേച്ചർ ഉണ്ടോ എന്ന് പഠിപ്പിക്കുന്നു 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ദർ ഇസ് എ ഹ്യൂമൻ റിബല്യസ് നേച്ചർ ടുവേർഡ്സ് ഗോഡ്. ഒരു ഹ്യൂമൻ മനുഷ്യ ജീവിതം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നേച്ചറാണ് എന്താണ്? റിബല്യസ് നേച്ചർ. ഞാനപ്പോൾ ആ റിബല്യസ് നേച്ചറിനെ പറ്റി ഒന്ന് പഠിച്ചു നോക്കി. റിബല്യസ് നേച്ചറിനെ പറ്റി പഠിച്ചു നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലും ദൈവികമായ കൃപകളെ, ദൈവികമായ പ്രവൃത്തിയെ ഒരിക്കലും വേണ്ടതുപോലെ ഉൾക്കൊള്ളാതെ അതിനെ തിരസ്കരിച്ച് കളയുന്ന ഒരു നേച്ചറുമുണ്ട്. അതിനെ നമുക്ക് ഈ കൂട്ടത്തിൽ പെടുത്താം. അതും റിബല്യസ് ആത്മീയ വീക്ഷണത്തിൽ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ, ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെ, ദൈവം ചെയ്യുന്ന ആ വൻകാര്യങ്ങളെ, ദൈവം ചെയ്ത പ്രവൃത്തികളെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാതെ അതിനെ റിജക്റ്റ് ചെയ്ത് കളയുന്ന, അല്ലെങ്കിൽ അതിനെ വേണ്ടതുപോലെ മുൻസ്ഥാനം കൊടുക്കാതെ അതിനെ റിജക്റ്റ് ചെയ്യുന്ന കളയുന്ന ഒരു നേച്ചറുമുണ്ട് ഈ റിബല്യസ് നേച്ചറിനകത്ത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1 തൊട്ട് 3 വരെ. ഇനി 4 തൊട്ടുള്ള വാക്യങ്ങൾ നാം പരിശോധിച്ച് നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെ ദൈവത്തിൽ നിന്നുള്ള ചില പ്രവൃത്തികളാണ് 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ. Then we can see the divine reaction from God. എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? കുഞ്ഞുങ്ങളൊക്കെ നോക്കിയാട്ടെ. The divine reaction from God. If human has so many nature in our own life, if we have so many nature, there is a divine reaction from our God. Hallelujah. നമ്മൾ പറയും മനുഷ്യൻ്റെ പ്രവൃത്തികളൊക്കെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പോൾ തന്നെ ഇതിനെല്ലാം എന്തുണ്ട്? സ്വർഗത്തിലെ ദൈവം മറുപടി കൊടുക്കുന്നുണ്ട്, ഉത്തരം കൊടുക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. ഏത് കാലഘട്ടങ്ങളിലും ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് പലകാലം ഈ കാലഘട്ടങ്ങളിലും കഴിഞ്ഞ കാലം കഴിഞ്ഞു പോയ ഒരു കാലഘട്ടത്തെക്കുറിച്ച് കഥകളെ കുട്ടി പറഞ്ഞ് ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്ന പുസ്തകമല്ല. ഏത് പുസ്തകം? ദിസ് ബൈബിൾ clearly, hallelujah, changes the human in the past history, hallelujah, and hallelujah, the hallelujah present history also. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനേകരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഹല്ലേലൂയ തീർന്നു പോയിട്ടില്ല, അത് താഴ്ന്നു പോയിട്ടില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം ജീവിതങ്ങളോടുണ്ട്. Thus we can see the divine reaction from God. Then the next features we can see from verses number 7. ആ 7-ാം വാക്യം തൊട്ട് അത് തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒരു മേഖലയിലേക്ക് കൊണ്ടുവരാം. എന്താണ്? 7 till 9. 7 till 9 we can see ദൈവത്തിൻ്റെ വാഴ്ച അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവൻ വാഴുന്നു, അവൻ ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ദൈവത്തിൻ്റെ വാഴ്ചയെ പറ്റി നാം ചിന്തിക്കുമ്പോൾ we can take it as God's divine rule. എന്താക്കി നമുക്ക് മാറ്റാം അവിടെ? God's divine rule. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൻ്റെ ചില കാര്യങ്ങളെ പറ്റി നാം കാണുമ്പോൾ തന്നെ അതിൻ്റെ മറുഭാഗത്ത് എന്തുണ്ടെന്ന് ചിന്തിക്കണം. ദൈവത്തിൻ്റെ ദിവ്യമായ ഭരണം, ദിവ്യമായ നടത്തിപ്പ്, ഗോഡ്സ് ഡിവൈൻ റൂൾ ഉണ്ട്. 7 തൊട്ട് 9. അതിനുശേഷമായി we can see verses from 10 to 12, the last verses we can see the responsibility of the human. ഹല്ലേലൂയ. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ
അതിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ പറ്റത്തില്ല. There is a responsibility, hallelujah, from our side. So at least you came to know about the 4 areas from this Psalms, from this short Psalms. Then we are going to see in the detail now. Hallelujah. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതിൻ്റെ ഭാഗങ്ങളെ പഠിച്ച് ഹാലലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹാലലു കർത്താവ് പ്രകാരമാണ് നമ്മളെപ്പറ്റി ഹാലലു ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ ഇന്ന് പൽക്കാലം ഇടയായി തീരട്ടെ. ഹാലലൂയ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ജാതികൾ കലയിക്കുന്ന വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരാലോചിക്കുന്നത്, ചിന്തിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ അവരെന്തോട് ചെയ്തുകൊണ്ടിരിക്കുക? കലഹിച്ചുകൊണ്ടിരിക്കുന്നു, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. They are thinking maybe sometimes against hallelujah people of God, sometimes against the counsel of God. Hallelujah. They are thinking hallelujah too much hallelujah against the counsel of God. Hallelujah. ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിരോധമായി ഹല്ലേലൂയ ഉയർന്നു വരുന്ന ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഹല്ലേലൂയ എങ്ങനെ ഇല്ലായ്മ ചെയ്യണം, അതിനെതിരെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, അല്ലെങ്കിൽ അതിനെതിരെ ഹല്ലേലൂയ ആലോചനകളെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരിക്കലും അന്യം നിന്ന് പോകുന്ന പ്രവൃത്തിയല്ല. ഹല്ലേലൂയ അവിടെ കാണാൻ സാധിക്കുന്നത് യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തനും വിരോധമായി ഹല്ലേലൂയ ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അവർ തമ്മിൽ ആലോചിക്കുകയാണ്, അവർ തമ്മിൽ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവപ്രസാദമുള്ളൊരു കാര്യം ചെയ്യുവാനല്ല. They are taking the action. അവർ കൂടുന്നത്, അവർ സമ്മേളിക്കുന്നത് എന്തായി തീരുവാനല്ല, ദൈവപ്രസാദമായി തീരുവാനല്ല. അങ്ങനെയെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ടൊന്ന് തുലനം ചെയ്ത് നോക്കേണ്ടത് ആവശ്യമാണ്. നാം ചിന്തിക്കുന്നത്, നാം കൂടുന്നത്, നാം ഒരുമിക്കുന്നത്, നമ്മളിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവപ്രസാദമുള്ള ചില കാര്യങ്ങൾ നമ്മളിൽ കൂടെ വെളിപ്പെടാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കിങ്ങനെ പറഞ്ഞു വിടാനായിട്ട് എളുപ്പമാണ്. ലെറ്റ് ദം ഡു വാട്ട് എവർ ദേ വിൽ. അവരെന്തെങ്കിലും ചെയ്തോട്ടെന്ന് പറയുവാൻ അങ്ങനെയല്ല. അവരങ്ങനെ ചെയ്യുമ്പോൾ, അവരങ്ങനെ ചിന്തിക്കുമ്പോൾ, സംതിങ് അഗെയിൻസ്റ്റ് ദ കൗൺസിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരോധമായി അവർ റിബല്യസ് നേച്ചറുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ, ഇല്ല, നമ്മൾ കൂടി വരുമ്പോൾ, നമ്മൾ ദൈവ സാന്നിധ്യം വഹിക്കുമ്പോൾ, നമ്മൾ ആത്മാവിൽ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ചിലതുണ്ട്. ഹല്ലേലൂയ. നമ്മളിൽ കൂടെ പുറത്തു വരേണ്ടത് ദൈവപ്രസാദമുള്ള കാര്യങ്ങളായിരിക്കണോ? There are so many things going through your surroundings. No, you are not there to tell something else and put the comments and you just go from there. But we have another more responsibility. Wherever we come together, we in one accord, hallelujah, we have to put his name, glorify his name, hallelujah, glorify the name of the master, hallelujah. മറ്റൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉയരേണ്ടത്. ജാതികൾ ശക്തരായിരിക്കും, അവർ കലഹിച്ചുകൊണ്ടിരിക്കും, അവർ ദൈവത്തിന് വിരോധമായി ചെയ്തുകൊണ്ടിരിക്കും, അവർ ബുദ്ധി അനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത്, നീ ജാതികളുടെ ബുദ്ധി അനുസരിച്ച് നീങ്ങുവാനുള്ളവരല്ല. നീ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് നിൽക്കുന്നെങ്കിൽ ദൈവത്തിന് വേണ്ടി നേരോടെ നിൽക്കുക, ധൈര്യത്തോടെ നിൽക്കുക, സത്യത്തിന് വേണ്ടി നിൽക്കുക, സത്യത്തിന് സാക്ഷ്യം വഹിക്കുക. ഇന്ന് മുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയോട്, വ്യക്തികളോട്, കുടുംബങ്ങളോട് നിൽക്കുന്നെങ്കിൽ ദൈവത്തിന് വേണ്ടി നേരോടെ വിശ്വസ്തരായി കർത്താവ് പരിമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. There are just like namesake Christians in our surroundings.
We are not for getting some names and position in this world. That is not the greatest achievement. നമ്മുടെ അച്ചീവ്മെന്റ് എന്തുവാ? നമ്മുടെ അച്ചീവ്മെന്റ് എന്തുവാ? നമ്മുടെ അച്ചീവ്മെന്റ് എന്തുവാ? ഇന്ന് പലരും പറയുന്ന അച്ചീവ്മെന്റ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, എന്നെ ചെയ്തു. എന്താ അച്ചീവ്മെന്റ്? ദൈവത്തിന് വേണ്ടി അന്ത്യത്തോളം വിശ്വസ്തയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്തേലും ഇച്ചിരി ചെയ്തിട്ട് എന്നെ അവരിങ്ങനെ ചെയ്തില്ലല്ലോ, എന്നെ അവരങ്ങനെ ആക്കിയില്ലല്ലോ, എന്നെ അവരിങ്ങനെ തന്നില്ലല്ലോ, അവരിത് തന്നില്ലല്ലോ, ഇത് തന്നില്ലല്ലോ, മറ്റേത് തന്നില്ലല്ലോ, എന്നാ ഞാൻ കാണിച്ചു തന്നേക്കാം, എന്നാ ഞാൻ നിന്നെ കാണിച്ചു തന്നേക്കാന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് അനേക സമൂഹങ്ങളിൽ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, നമ്മളെ വിളിച്ചത് ആരെയും വെല്ലുവിളിക്കുവാനോ ചലഞ്ച് ചെയ്യുവാനോ അല്ല. ദൈവപ്രസാദമുള്ള നമ്മൾ കൂടി വരുമ്പോൾ ഇന്ന് ഹല്ലേലൂയ, ഓ ലോകത്തിൽ നടക്കുന്ന അനീതിക്കും ഹല്ലേലൂയ കലഹയ്ക്കും നമ്മളെ നോക്കുമ്പോൾ പറയണം, ഇവർ ദൈവസ്നേഹമുള്ള കൂട്ടമാ. ഇവർ അടുത്ത് പോയാൽ ഞങ്ങളുടെ വിഷയത്തിന് പരിഹാരമുണ്ട്, ഇവർ അടുത്ത് പോയാൽ സൗഖ്യമുണ്ട്, ഇവർ അടുത്ത് പോയ വിടുതലുണ്ട്, ഇവർ അടുത്ത് പോയ സന്തോഷമുണ്ട്, ഇവർ അടുത്ത് പോയി ഞങ്ങൾ ക്ഷീണിക്കത്തില്ല, പിളരത്തില്ല. പിളർക്കുന്നതല്ല ദൈവത്തിന്റെ ഉദ്ദേശം, പിളർക്കുന്നത് പൈശാചികമാണ്. പിളർക്കുന്നതല്ല ദൈവസഭയുടെ ഉദ്ദേശം. ദൈവസഭ ഒന്നേ ഉള്ളൂ, അത് ഒരുമിച്ച് ദൈവത്തെ വാഴ്ത്തുവാനാണ്, ദൈവത്തെ സ്തുതിക്കുവാനാണ്. എവിടാണ് കലഹം? എവിടാ കലഹം വെളിപ്പെടുന്നത്? ദൈവത്തിന് വിരോധമായി ദൈവപ്രവൃത്തി ഏറ്റെടുക്കാതെ ദൈവപ്രസാദമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ പലതും എടുത്ത് ചാടാനുള്ള ചിന്ത വരും. ഇന്ന് പകൽ ലോക്ക് ചെയ്യണ്ടണം, നീ ലോക്ക് ചെയ്തോണം. പരിശുദ്ധാത്മാവ് നിന്നോട് വ്യക്തമായി സംസാരിക്കുന്നു. കളിയല്ല ദൈവപ്രവൃത്തി കേട്ടോ. ദൈവ സാന്നിധ്യം നിനക്ക് കളിക്കാനുള്ളടമല്ല. ലോക്ക് ചെയ്യേണ്ടത് നീ ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോകേണ്ടടുത്ത നീ പോകാവുള്ളൂ, നിൽക്കേണ്ടടുത്ത നീ നിൽക്കാവുള്ളൂ, ഇരിക്കേണ്ടടുത്ത നീ ഇരിക്കാവുള്ളൂ. പ്രമാണം വിട്ട് കുത്തഴിഞ്ഞു പോയാൽ നിന്റെ കുടുംബത്തിനെതിരെ ദൈവികമായ ഇടപെടലുണ്ടെന്ന് നിനക്കെതിരെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നീ ദൈവപ്രമാണത്തിൽ വിശുദ്ധിയോടെ വേർപെട്ട കൂട്ടത്തിൽ ആരാധിക്കേണ്ടവനാ. അവിടെ ഇവിടെയും പോയി എന്നും പറയുന്നെടുത്തു പോയി, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നെടുത്തു പോയി കുത്തിയിരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നീ പ്രമാണത്തിൽ നിൽക്കണം, ദൈവവചനത്തിനകത്ത് നിൽക്കണം. എങ്കിലേ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടേണ്ടത് വെളിപ്പെടുത്തുള്ളൂ. ഇന്നലെ നാം ദൈവദാസനോട് കൂടെ കേട്ടല്ലോ, കളയേണ്ടതിനെ കളഞ്ഞ് വിടേണ്ടതിനെ വിടാതെ നീ എത്ര ചാടിയാലും, നീ എത്ര പൊങ്ങിയാലും, എത്ര നിന്ന് ചാടിക്കാണിച്ചാലും ഒരു ചാട്ടത്തിലും ദൈവം പ്രസാദിപ്പിക്കത്തില്ല. നീ കളയേണ്ടതിനെ കളഞ്ഞ് വിടേണ്ടതിനെ വിടഞ്ഞ് ഉരിയേണ്ടതിനെ ഉരിഞ്ഞ് ദൈവസന്നിധിയിൽ നിന്നെങ്കിൽ മാത്രമേ നിന്നിലും എന്നിലും കൂടെ ദൈവം പ്രസാദിക്കത്തുള്ളൂ. അല്ലാതെ ഉള്ള ചാട്ടത്തിലല്ല, മറിച്ചില്ല ദൈവം പ്രസാദിക്കുന്നില്ല. നീ വേർപെട്ട് ദൈവത്തെ ഹല്ലേലൂയ ആരാധിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ. ഒരിടത്ത് എന്തുകൊണ്ട് ആ കലഹത്തിൻ്റെ വിഷയം വെളിപ്പെടുന്നു? അത് ദൈവികമല്ല, അത് ദൈവികമല്ല, അത് ദൈവികമല്ല. കലഹത്തിലേക്കല്ല ഒരു ദൈവത്തിനെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ജാതികൾ കലഹിക്കുന്നു, ഓ അഭിഷേകത്തിനെതിരെ ചിന്തിക്കുന്നു, against the counsel of God. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരോധമായി സഞ്ചരിക്കുമ്പോൾ ഇന്ന് പകൽ നീ ആശ്രയിക്കേണ്ടത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ വിധേയപ്പെടുത്തിക്കോണം കേട്ടോ. ദൈവത്തിൻ്റെ ആശ്രയം നീ മാറ്റിവെക്കരുത്. പലരും പലതും പറയുമായിരിക്കും, ഇല്ല ഞാൻ എൻ്റെ ദൈവത്തെ വിട്ടേച്ച് എൻ്റെ ദൈവപ്രമാണത്തിൽ നിന്ന് എൻ്റെ കർത്താവ് എന്നെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് നിന്ന് അതിൻ്റെ ഇതിൻ്റെ കർത്താവ് കേട്ടുകൊണ്ട് പോകുവാനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പുറകെ പോയാൽ നീ എന്തിൻ്റെ ഹല്ലേലൂയ വിഷയങ്ങൾ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, മറ്റ് വിഷയങ്ങളിലേക്ക് മാറ്റപ്പെടുവാൻ ഇടയാകൂ.
എന്നാൽ നീ കർത്താവ് ആഗ്രഹിക്കുന്ന ആ അനുഭവത്തിൽ കൂടെ പോകണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം നിന്നിലേക്ക് പൂർണ്ണമാകേണ്ടതുണ്ട്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. Why? If God is putting in that context, we can see if whether my God is putting me a great trouble or putting me under a bondage. No, my God will put me under a great bondage. But when I love Him, when I trust Him, when I give my life to Him, my direction is not depend upon my own self-interest. My life will be directed. My life will be upon His hands. നാം ദൈവസനെ നമ്മൾ എത്ര താഴ്ത്തി കൊടുത്ത് അവൻ്റെ പ്രവൃത്തി, അവൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ ഇല്ല, അവൻ്റെ മുഖം എങ്ങനെയുള്ളതാണ്? മൃദുവാണ്. അത് ഭാരമേറിയതായി തീരുന്ന മുഖമല്ല ദൈവം തരുന്നത്. ദൈവം തരുന്നത് മൃദുവായത്. ദൈവത്തെ അനുസരിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ വെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നത് ഒരിക്കലും നമുക്കത് ഭാരമായി തീരത്തില്ല. എന്നാൽ ലോകത്തിൽ നാം ആശ്രയം വെക്കുന്നത്, ലോകത്തിൻ്റെ ബന്ധനങ്ങളിലേക്ക് നാം പോയുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ ഭാരമായിട്ട് നിരാശയായി മാറാനിടയുണ്ട്. We need to stand firmly before the Lord. Then in place of the things what all the human nature, we can see the divine nature of the God. What is the divine nature from the God? What is the divine nature we seen? You can see from 4 verses 4. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാ, സ്വർഗത്തിൽ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. കാരണം എന്താ? ഇവിടെ ഭൂമിയിൽ നടക്കുന്ന, ഹല്ലേലൂയ, ഈ വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന് വിരോധമായി നടക്കുന്ന, ദൈവപ്രവർത്തിക്ക് വിരോധമായി നടക്കുന്ന, ദൈവാലോചനയ്ക്ക് വിരോധമായി നടക്കുന്ന ക്രമീകരണങ്ങൾ, ദൈവാലോചനയ്ക്ക് വിരോധമായി മനുഷ്യൻ നടക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആലോചന വേണ്ട രീതി ഏറ്റെടുക്കാതെ അതിനെതിരായി നടക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? സ്വർഗത്തിലെ ദൈവോ ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം അവിടെ കൺഫ്യൂഷൻ ഒന്നും ആകുന്നില്ല. ദൈവത്തിന് അവിടെ ഡിപ്രഷനൊന്നും പിടിക്കുന്നില്ല. അവിടെ ഡിപ്രസ്സായി കൺഫ്യൂഷനിലായിരിക്കുന്ന ഒരു ദൈവമൊന്നുമല്ല കേട്ടോ. ഇവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുമ്പം അവിടെ ഡിപ്രഷൻ പിടിക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈവൻ മാൻ says against God, running apart from the plan of God. Our God is laughing. ദൈവത്തിൻ്റെ പതിലിൽ നിന്ന്, പ്ലാനിൽ നിന്ന്, പർപ്പസിൽ നിന്ന് നീ വിപരീതമായി സഞ്ചരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ നമുക്ക് ചിന്തിക്കാം. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവീയ വ്യവസ്ഥയോട് ചേരാതെ, ദൈവീയ പ്രമാണത്തോ മുറുകെ പിടിക്കാതെ, സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ബുദ്ധിക്കനുസരിച്ച് യാത്ര ചെയ്യുന്നവർ, സ്വന്തം ആലോചനയനുസരിച്ച് യാത്ര ചെയ്യുന്നവർ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് കടന്നു വരുവാനിടയായി തീരട്ടെ. ദൈവപ്രവൃത്തിയിലേക്ക് നമ്മളെ തന്നെ വിധേയപ്പെടുത്തുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഹല്ലേലൂയ വിശേഷാൽ ഉപവാസ പ്രാർത്ഥനകളൊക്കെ നടക്കുമ്പോൾ ദൈവമക്കളൊക്കെ കടന്നു വന്ന് അതിൽ സംബന്ധിക്കുവാൻ പരിശ്രമിക്കണം. നിങ്ങൾ വരുന്നില്ലെന്നല്ല, ആവോളം നിങ്ങൾ ഹല്ലേലൂയ എല്ലാ മീറ്റിങ്ങുകളിലും വന്ന് സംബന്ധിക്കുവാനായി പരിശ്രമിക്കണം. നിങ്ങളുടെ വിഷയങ്ങൾക്കൊക്കെ വേണ്ടി ഇവിടെ ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്യുന്നുണ്ട്. നാം ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിടുതലാണ്. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. Even man says against God, hallelujah, he is a perfect God. കാരണം എന്താണ്? ഹല്ലേലൂയ, അവൻ സകലത്തിനും അധിപനാണ്. He is a God of
പെർഫെക്റ്റ് പീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ പലതും ചെയ്ത് കുഴയുമ്പോൾ ഇല്ല, അവൻ ആരാണ്? അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. He had the authority over all the creations. Hallelujah. He is the supreme God. He is working above all the creations. അവൻ hallelujah supreme ആണ്. hallelujah സകലത്തിനും അവൻ അധിപനത്രേ. മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിന് വിരോധമായി ചെയ്യുന്നത്, ദൈവപ്രമാണത്തിന് വിരോധമായി ചെയ്യുമ്പോൾ ഇല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്നേക്കുമുള്ളതാണ്. Hallelujah. He has the divine, hallelujah, promise upon his children. Hallelujah. He is not worried. Hallelujah. His portion indicates he is not worried. Hallelujah. അവൻ ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. ഹല്ലേലൂയ. അവിടെ ആരും നമുക്ക് കാണാൻ സാധിക്കും, എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഓ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണത്. ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്നേക്കുമുള്ളതാണ്. ഹല്ലേലൂയ. അതിനെ മാറ്റിക്കളയുവാൻ മറ്റൊന്നിനും സാധ്യമല്ല. ഹല്ലേലൂയ. He has his everlasting plan upon us. ഹല്ലേലൂയ. അവിടെ 7-ാം വാക്യത്തിൽ നമുക്ക് കാണാം, ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളിച്ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്ത വിഷയമായി ബന്ധപ്പെട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഭൂമിയിലേക്ക്, ഹല്ലേലൂയ, താണ ഭൂമിയിലേക്ക്, ഓ ഹല്ലേലൂയ, തൻ്റെ പുത്രനെ അയക്കുമ്പോൾ ദൈവത്തിൻ്റെ പൂർണ്ണഹിതം, ഹല്ലേലൂയ, പുത്രൻ്റെ ഹല്ലേലൂയ, ഈ ഭൂമിയെ, ഈ ലോകത്തിലെ ഹല്ലേലൂയ, ആ ദൗത്യ നിർണയത്തിനകത്ത് മുഴുവനായി ഓ ദൈവത്തിൻ്റെ ആ പൂർണ്ണമായ ഹിതമാണ് അവിടെ നിറവേറ്റപ്പെടുന്നത്, മറ്റൊന്നുമല്ല. Hallelujah. That's a perfection. Hallelujah. ഓ ആ പെർഫെക്ഷൻ, ആ പൂർത്തീകരണം അവിടെ നടക്കുന്നതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. പ്രകാരമാണ് ആ ഡിവൈൻ പദ്ധതി, ആ പ്ലാൻ അവിടെ പൂർത്തീകരിക്കുന്നത്. ഓ ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 17, 3 verses 17. ഹല്ലേലൂയ. ആ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. ശ്രദ്ധിക്കുക, എവിടെ നിന്നാണ് ആ ശബ്ദമുണ്ടായത്? സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. ഭൂമിയിലെ ഹല്ലേലൂയ ദൗത്യ നിർണയത്തിന് വേണ്ടി, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി, ഉദ്ധാരണത്തിന് വേണ്ടി, ഹല്ലേലൂയ, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടുവാനായി പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. He has sent his only begotten son. Hallelujah. Whomever believes in him should not perish but have the everlasting life. ആ പൂർത്തീകരണത്തിലേക്ക്, ആ ഹല്ലേലൂയ പൂർത്തീകരണത്തിലേക്ക് വരുന്നതിൻ്റെ ആ സമാപ്തിയാണ്. സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവപ്രസാദത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. എന്ന് കാലം ഹല്ലേലൂയ ആ സ്നേഹം, ആ പൂർണ്ണത ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ പാപം നിറഞ്ഞ ലോകത്തിൽ ഹല്ലേലൂയ ആ ദൗത്യത്തിനകത്ത് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ സ്വയമേ ഹല്ലേലൂയ മറ്റ് കർമ്മങ്ങൾ കൊണ്ടോ മറ്റ് കാര്യങ്ങൾ കൊണ്ടോ ചെയ്തെടുക്കാൻ പറ്റാത്തത് ഇല്ല. ഓ സ്വന്തം പുത്രനെ അയച്ച് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ഭൂമിയിലേക്ക് സ്ഥാപിതമാകുകയായിരുന്നു. ഹല്ലേലൂയ. ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ പൂർണ്ണമായ ഇടപെടൽ അവിടെ ഉണ്ടാകുകയാണ്. അതാണ് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. ദാറ്റ് ഈസ് എ പ്യുവർ ഗ്യാരണ്ടി, ദ അതോറിറ്റി ഗിവൺ ബൈ ദ ഫാദർ. ഹല്ലേലൂയ. അവിടെയാണ് ആ പൂർണ്ണത വരുന്നത്, അവിടെയാണ് ആ പെർഫെക്ഷൻ വരുന്നത്. ഹല്ലേലൂയ. ആ പെർഫെക്ഷന് മുദ്ര കൊടുക്കുകയാണ്, ആ പെർഫെക്ഷന് ഗ്യാരണ്ടിയാണ്. ഇവൻ എൻ്റെ ഹല്ലേലൂയ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു.
ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ദൈവങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം. ഹല്ലേലൂയ. ദൈവം ചെയ്യാൻ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, ഹല്ലേലൂയ, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പുത്രൻ, ഹല്ലേലൂയ, പൂർണ്ണമായി ആ സബ്മിസീവായതുപോലെ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ കൂടെ വെളിപ്പെടേണ്ടതാണ്. അപ്രകാരം പ്രസാദമായി തീരുന്നെങ്കിൽ മാത്രമേ എന്നോട് ചോദിച്ചു കൊള്ളുക. Hallelujah. Without pleasing the Father, hallelujah, we cannot ask. എന്നോട് ചോദിച്ചു കൊള്ളുക. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിലേക്ക് വരുമ്പോൾ മാത്രമേ എന്നോട് ചോദിച്ചു കൊള്ളുക. ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. But that depends the perfect will, the plan of God. ദൈവപ്രസാദത്തിലേക്ക് പ്രവേശിക്കുന്നെങ്കിൽ മാത്രമേ, ആ പെർഫെക്ഷനിലേക്ക് വരുന്നെങ്കിൽ മാത്രമേ, ഇല്ല ദൈവത്തിൻ്റെ പരിപാടി, ആ കർത്താവ് എന്താണ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിൻ്റെ പൂർണ്ണത സ്വർഗത്തിൽ നിന്ന് പുത്രൻ്റെ മേൽ വെളിപ്പെടുകയാണ്. നാം എബ്രായലേഖനം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി. ഹല്ലേലൂയ. ദൈവപുത്രനായ യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപുത്രനായ യേശു. ഇനി ലോകത്തിൽ മറ്റൊന്നും, ഹല്ലേലൂയ, മറ്റ് പല കാര്യങ്ങൾ ലോകത്തിലുണ്ടായിരുന്നാൽ അതൊന്നും, ഹല്ലേലൂയ, പര്യാപ്തമായിരുന്നില്ല. ലോകത്തിലെ ഒരു സംവിധാനങ്ങളും, ലോകത്തിലെ, ഹല്ലേലൂയ, ഒരു സംവിധാനങ്ങളും അതിന് പര്യാപ്തമായിരുന്നില്ല. അതുകൊണ്ടാണ് എബ്രായലേഖനം പറയുന്നത്, they have seen the Aaronic priesthood. ഹല്ലേലൂയ. അവിടെ സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നാൽ എന്താണ് അത്? വർഷം തോറും അർപ്പിക്കുന്നു. എന്നാൽ പാപത്തിന് എന്തുണ്ടാകുന്നില്ല? എന്നേക്കുമായിട്ട് പരിഹാരമുണ്ടാകുന്നില്ല. Hallelujah. They are still offering. Hallelujah. Offering തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ എന്നേക്കുമായിട്ട് മാനവരാശിയുടെ പാപത്തെ കഴുകിക്കളയുവാൻ ഇതൊന്നും എന്തായില്ല, പര്യാപ്തമായില്ല, പര്യാപ്തമായില്ല. ഹല്ലേലൂയ, 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 പര്യാപ്തമായില്ല. ഒന്നും കൊണ്ടും മാനവരാശിയുടെ പാപത്തെ തുടച്ചു കളയുവാൻ, കഴുകിക്കളയുവാൻ പര്യാപ്തമായില്ല. ഹല്ലേലൂയ. Then how, my Lord, he became the perfect sacrifice. Hallelujah, children of God. Then who became the perfect sacrifice? Nothing can free my sins. Nothing can free my sins. എൻ്റെ പാപത്തെ കഴുകിക്കളയുവാൻ ഒന്നും പര്യാപ്തമായില്ല. പിന്നെന്താ പര്യാപ്തമായത്? My Lord, hallelujah, he became the perfect sacrifice. അവൻ എനിക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. എത്ര പേർക്ക് ഇന്ന് പോലെ കാലം ഉയർത്തി കർത്താവിനെ വാഴ്ത്തുവാനിടയാകും. അവൻ എനിക്ക് വേണ്ടി യാഗമായി തീർന്നുണ്ട്. Now I worship and honor him. Hallelujah. Now, hallelujah, again, hallelujah, I am praising him. Hallelujah. I am honoring his name. Hallelujah. Because he became the perfect sacrifice. Hallelujah. He became the perfect sacrifice. Now we are going to read from Hebrews chapter 4 verses 14. We can see there how he became. അവനോടെ yes. Praise the Lord. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളത് കൊണ്ട്, നമുക്കിപ്പോ ആരുണ്ട്? ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആരുണ്ട്? Now we have the high priest. Who is our high priest? Say loudly. Jesus. Say loudly. Who is our high priest? Jesus. Jesus is our high priest. Amen. Now Jesus is our high priest. So we have the confidence to come before him. നമുക്കിപ്പോൾ അതുകൊണ്ട് നമുക്ക് ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് ഉള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക.
നമ്മുടെ മഹാപുരോഹിതൻ, പഴയ നിയമത്തിലെ മഹാപുരോഹിതനെ പറ്റി നമ്മൾ പഠിച്ചപ്പോൾ എന്തുണ്ടായിരുന്നു? അതിനെല്ലാം ലിമിറ്റേഷനുകൾ വളരെയധികം ഉണ്ടായിരുന്നു. ദൈവം അപ്പോയിൻ്റ് ചെയ്തവരെ ആണാക്കിക്കൊണ്ടിരുന്നെങ്കിലും അവർക്കെല്ലാം സ്വയമേ അവരാദ്യം അവരുടെ കാര്യത്തിന് വേണ്ടി അവർ യാഗമർപ്പിച്ചിട്ട് വേണം ജനത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനായി. അപ്പോൾ അതിനെല്ലാം എന്തുണ്ടായിരുന്നു? ദേ ഓൾ ഹാവ് ദി ലിമിറ്റേഷൻസ്. ബട്ട് ദി പെർഫെക്റ്റ് സാക്രിഫൈസ് ജീസസ് who shed the blood for each one of us. ആ ദൈവത്തിന് ഒരു ലിമിറ്റേഷൻ ഇല്ല. നിങ്ങളെ വിടിവിപ്പാൻ പര്യാപ്തനായവനാണ്, നിങ്ങളെ രക്ഷിപ്പാൻ അവൻ പര്യാപ്തനായവനാണ്. ഇന്നുപോലെ കാലം വിശ്വസിക്കുക, നിങ്ങളുടെ പാപത്തിൽ നിന്ന്, നിങ്ങളുടെ കുറവുകളിൽ നിന്ന് നിങ്ങളെ വിടിവിപ്പാൻ അവൻ പര്യാപ്തനാണ്. അവൻ പര്യാപ്തനാണ്. ലോകത്തിൽ ഒന്നിനും കഴിയത്തില്ല. ലോകത്തിലെ ഒരു ട്രഡീഷനും കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു സംവിധാനത്തിനും ഒരു സഭകൾക്കും നിങ്ങളുടെ പാപത്തെ കഴുകിക്കളയുവാൻ സാധ്യമല്ല. എന്നാൽ ക്രൂശിലെ രക്തം മൂലം നിങ്ങളുടെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. No church can cleanse you. Hallelujah. No church can cleanse your sins. Hallelujah. Amen. ഒരു സഭകൾക്ക് നിങ്ങളുടെ പാപത്തെ കഴുകിക്കളയുവാൻ സാധ്യമല്ല. യേശു കർത്താവിൻ്റെ രക്തം നിങ്ങളുടെ സകല പാപം പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. വൽപാല ക്രൂശമരണത്തെ നാം ഓർക്കുമ്പോൾ എന്നെ വിടിവിച്ചത്, എന്നെ രക്ഷിച്ചത്, ഹല്ലേലൂയ, ദൂതന്മാരല്ല എന്നെ വിടിവിച്ചത്, ദൂതന്മാരല്ല എന്നെ രക്ഷിച്ചത്, മോശയല്ല എന്നെ രക്ഷിച്ചത്, ആരോനല്ല എന്നെ രക്ഷിച്ചത്. എന്നാൽ എനിക്ക് വേണ്ടി പൂർണ്ണ പുരോഹിതനായി, മഹാപുരോഹിതനായി എന്നെ വിടിവിപ്പാൻ പര്യാപ്തനായത് അവൻ മാത്രം, യേശു മാത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ അവൻ്റെ സന്നിധിയിൽ എന്തുണ്ട്? കരുണയുണ്ട്. അവൻ്റെ അടുക്കിലേക്ക് വന്നാൽ കരുണ ലഭിക്കും. പൈസ കൊടുത്തു കരുണ ലഭിക്കുന്നതല്ല. പൈസ കൊടുത്തു നിങ്ങളുടെ പാപത്തിന് ക്ഷമത മേടിക്കുന്നതല്ല. മറ്റേതെങ്കിലും നേർച്ച കാഴ്ചകൾ കൊടുത്ത് നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം എടുക്കുന്നതല്ല. അവൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ വിഷയത്തിന് പരിഹാരമുണ്ട്, പാപത്തിന് പരിഹാരമുണ്ട്. അവൻ നിങ്ങളെ വിടിവിപ്പാൻ ശക്തനാണ്. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് മരണത്തെ ജയിച്ചവനായി വന്നിരിക്കുന്നു. He became the perfect sacrifice. അതുകൊണ്ടല്ലേ സ്ഥാപനം പറഞ്ഞിതാ യോഹന്നാന്റെ സുവിശേഷം 1:29, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഒരുവനേ ഉള്ളൂ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ പര്യാപ്തനായവൻ ഒരുവനേ ഉള്ളൂ. പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ, മാനവരാശിയെ രക്ഷിപ്പാൻ പര്യാപ്തനായവൻ ഒരുവൻ മാത്രം. ഹല്ലേലൂയ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ അവൻ പരമയാഗമായി തീർന്നു. Shall we all submit ourselves into the Lord's hand? നമ്മളെ ഒന്നുകൂടെ ദിവസത്തിന് സമർപ്പിക്കാം. ഒന്നുകൂടെ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവേ ഞങ്ങളെ യോഗ്യരാക്കി തീർത്തല്ലോ. Nothing can save us from the wretched condition. ഒന്നിനും പര്യാപ്തമായില്ല. എന്നാൽ കർത്താവേ, ക്രൂശിൽ കൂടെയാണ് നിങ്ങളുടെ പാപത്തിന് പരിഹാരം ഉണ്ടായത്. ആ ദൈവങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുക. ഇപ്പോൾ ക്രൂശിനെ ധ്യാനിക്കുന്ന ഒരു പാട്ട് പാടും. നമുക്ക് എല്ലാവർക്കും ദിവസം അല്പസമയം ഒന്ന് താഴ്ത്തി സമർപ്പിക്കാം. നമ്മളെ തന്നെ ഹൃദയംഗമായി ദൈവങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കുക. He became the perfect sacrifice. He became the perfect sacrifice. എനിക്ക് തൽസമയത്ത് കരുണ ആവശ്യമാണ്. Lord, I need your mercy. Lord, I need your forgiveness. If you pray from your heart, if you pray from your heart, God will forgive your sins. If you pray from your heart, rakabala shaudarabala, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, if you pray from your heart, Lord will forgive your sins. Let us ask the forgiveness. Let us ask the mercy.
ഞങ്ങളെ സമൂലമായി മനസ്സോ